ശരി. നിങ്ങൾക്കും തോന്നുന്നുണ്ടല്ലേ ഞാൻ രാജാവാകാൻ അർഹനല്ലെന്ന്. ഞാൻ ഇപ്പോൾ ഈ സിംഹാസനം ഉപേക്ഷിക്കുകയാണ്. ഒടുവിൽ നീ സമ്മതിച്ച് തന്നല്ലോ കൊക്കെ. ഗ്രീൻലാൻഡ് കാടിന്റെ ഒരു ഭാഗത്ത് ഒരുപാട് പക്ഷികൾ ജീവിച്ചിരുന്നു. അവിടത്തെ രാജാവ് ഒരു കൊക്കും. പക്ഷികൾക്കെല്ലാം അയാളെ വളരെ ബഹുമാനമായിരുന്നു. അയാളുടെ ആജ്ഞ എല്ലാവരും അതേപോലെ അനുസരിക്കുമായിരുന്നു. അയാളെ എല്ലാവരും സ്നേഹിക്കുന്നതിൽ ഗോൾഡി പരുന്ത് ഒരുപാട് അസൂയപ്പെട്ടിരുന്നു. നമ്മുടെ കാട്ടിലെ എല്ലാ പക്ഷികളും ഒന്നാം തരം മണ്ടന്മാരാ. നീ എന്തൊക്കെയാ ഈ പറയുന്നത് ഗോൾഡി? പിന്നെ എന്ത് പറയാനാ, നിങ്ങളെല്ലാവരും ചേർന്ന് ഒരു കൊക്കിനെ രാജാവാക്കി. കനമില്ലാത്ത കാല്, നീളമുള്ള ചുണ്ട്, പൊക്കത്തിൽ പറക്കാൻ പോലും അറിയില്ലവന്. വലിയ മൃഗങ്ങളെ ആക്രമിക്കാനും പറ്റില്ല. എന്നെ നോക്ക്, ഞാൻ എത്ര പൊക്കത്തിൽ പറക്കും. ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. പക്ഷികൾക്കൊരാപത്ത് വന്നാൽ അവൻ എങ്ങനെ പോരാടി നമ്മുടെ കാട്ടിലെ പക്ഷികളെല്ലാം രക്ഷിക്കുമെന്നാ. ശക്തി മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ കൊക്ക് രാജാവ് നല്ലവനും സൂക്ഷ്മതയുള്ളവനും ദയാലുവും പിന്നെ ബുദ്ധിമാനുമാണ്. പക്ഷേ നിന്നിലോ ഇതൊന്നുമില്ല. നോക്കിക്കോ, സമയമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ആ കൊക്കിനെക്കാളും അർഹത രാജാവാകാൻ എനിക്കാണെന്ന്. ഒരു വൈകുന്നേരം മിൻകുപ്പക്ഷിയും അതിന്റെ ഭാര്യ ടീനുവും കുളത്തിലെ വെള്ളം കുടിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നാരോ കുളത്തിലേക്കൊരു കല്ലെടുത്തെറിഞ്ഞു. വെള്ളം പടേന്ന് ടിങ്കുവിന്റെ മുഖത്തും തെറിച്ചു. അയ്യോ, ഇതെന്താ പെട്ടെന്നിങ്ങനെ? മിൻകുവിന്റെ കണ്ണിനകത്തേക്ക് വെള്ളം കയറി. അവനൊന്നും കാണാൻ പറ്റുന്നില്ല. അവൻ കുറച്ച് പുറകിലേക്ക് പോയി തന്റെ തല കുടഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞു. കണ്ണു തുറന്നപ്പോൾ അവൻ അവിടെ തനിയെയായിരുന്നു. അയ്യോ, ഈ ടീനു ഇതെവിടെ പോയി? തറയിൽ അപ്പോൾ ഒരു ലെറ്റർ കിടക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. അവന് വായിക്കാൻ അറിയില്ല. അതുകൊണ്ട് ആ ലെറ്ററും എടുത്തുകൊണ്ട് കൊക്ക് രാജാവിന്റെ സദസ്സിലേക്ക് വന്നു. നിന്റെ ഭാര്യ ടീനു എൻ്റെ അടുത്തുണ്ട്. ഞാൻ അവളുടെ കഥ കഴിക്കാൻ പോവുകയാണ്. നിനക്ക് വൈകുന്നേരം വരെ സമയമുള്ളൂ. എന്നെ കണ്ടുപിടിച്ച് എന്നോട് യുദ്ധം ചെയ്ത് ഭാര്യയെ രക്ഷിക്ക്, അല്ലെങ്കിൽ ഇവളെ കൊന്ന് ഞാൻ തിന്നും എന്ന് കാലുകുറുക്കൻ. കൊക്കുരാജാവേ, ഞാൻ ടീനുവിനെ എങ്ങനെ രക്ഷിക്കും? താങ്കൾ എന്തെങ്കിലും ചെയ്യൂ. കൊക്ക് രാജാവ് എന്തെങ്കിലും പറയുന്നതിന് മുൻപേ ഗോൾഡി പറഞ്ഞു, നീ വിഷമിക്കണ്ട. ഞാനുള്ളപ്പോൾ ടീനുവിന് ഒന്നും സംഭവിക്കില്ല. ഞാൻ ടീനുവിന് ഒന്നും പറ്റാതെ തിരിച്ചു കൊണ്ടുവരാം. നീ എങ്ങനെ കണ്ടെത്തും ആ കാലുകുറുക്കൻ എവിടെയാണെന്ന്? ഞാൻ പരുന്താണ്, അല്ലാതെ കൊക്കല്ല. എനിക്ക് നല്ല വേഗതയുമുണ്ട്, പിന്നെ ധൈര്യവും. ഞാൻ അവളെ കണ്ടെത്തിയേ തീരൂ. ഇത് പറഞ്ഞ് ഗോൾഡി മുകളിലേക്ക് പറന്നു. ഗോൾഡിയുടെ ആത്മവിശ്വാസം കണ്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. അതുപോലെ എല്ലാ പക്ഷികളും ടീനുവിനെ അന്വേഷിച്ച് ബ്ലാക്ക് വേൾഡ് കാട്ടിലേക്ക് പോകൂ. കാലുകുറുക്കൻ അവിടെയാണുള്ളത്. നമ്മുടെ അടുത്ത് വെറും വൈകുന്നേരം വരെ സമയമുള്ളൂ. എല്ലാ പക്ഷികളും ടീനുവിനെ അന്വേഷിച്ച് ഇറങ്ങി. ഗോൾഡിയും അവളെ അന്വേഷിക്കുന്നതിൽ സമയം ചിലവഴിക്കാൻ തുടങ്ങി. ടീനു ഒരു കൂട്ടിലായിരുന്നു. അടുത്ത് കാലുകുറുക്കനും ഇരിപ്പുണ്ടായിരുന്നു. എന്താ ടീനു, നിന്റെ കാട്ടിൽ നിന്നും ഇതുവരെ ആരും വന്നില്ലല്ലോ നിന്നെ രക്ഷിക്കാൻ. നിന്റെ കൊക്ക് രാജാവിന്റെ ബുദ്ധിയൊന്നും എന്താ പ്രവർത്തിക്കുന്നില്ലേ ഇപ്പോൾ? ദുഷ്ടനായ കുറുക്ക, ഇങ്ങനെ ചെറിയ പക്ഷികളെ കൂട്ടിലടച്ചതുകൊണ്ട് നിനക്ക് എന്താ കിട്ടാൻ പോകുന്നത്? പെട്ടെന്ന് ഗോൾഡി അവിടേക്ക് വന്ന് കുറുക്കനെ വട്ടം ചുറ്റാൻ തുടങ്ങി. അയ്യോ, ഇതാരാണ്? ദുഷ്ടനായ കുറുക്ക, ടീനുവിനെ വെറുതെ വിട്, അല്ലെങ്കിൽ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഒരു പരുന്തായ നീ കുറുക്കനെ വേട്ടയാടുമെന്നോ? ഇത് നല്ല തമാശയാണല്ലോ. ഇത് കേട്ടയുടനെ ഗോൾഡി തന്റെ ചുണ്ടുകൊണ്ട് കുറുക്കന്റെ തലയിൽ കൊത്താൻ തുടങ്ങി. തന്റെ ചുണ്ടുകൊണ്ട് അവന്റെ തലയിൽ ശരീരത്തിൽ മുറിവേൽപ്പിച്ചു. എന്റെ ദൈവങ്ങളെ, ഈ ഗോൾഡി പരുന്ത് വളരെ ഭയങ്കരനാണല്ലോ. ഓടിക്കോ ഓടിക്കോ. കുറുക്കൻ അവിടെ നിന്നും ഓടിപ്പോയി. ഗോൾഡി ടീനു പക്ഷിയെ മോചിപ്പിക്കുകയും ചെയ്തു. മറുവശത്ത് കൊക്ക് രാജാവ് വിഷമിച്ചിരിക്കുകയായിരുന്നു. അതുപോലെ എല്ലാ പക്ഷികളും കാട്ടിൽ തിരക്കി തിരിച്ചും വന്നു. കൊക്ക് രാജാവേ,
ഞങ്ങൾ ഈ കാട് മുഴുവനും അന്വേഷിച്ചു, പക്ഷേ ടീനുവിനെ കുറിച്ച് ഒരു വിവരവുമില്ല. ടീനുവിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തല ഉയർത്തി നടക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഗോൾഡി പരുന്ത് ടീനു പക്ഷിയോടൊപ്പം അവിടെ എത്തി. ഗോൾഡി ഇവിടെ ഉള്ളതുവരെ ഈ കാട്ടിലെ ഒരു പക്ഷികൾക്കും ഒരു ബുദ്ധിമുട്ടും വരില്ല. അയ്യോ ടീനു, നിനക്ക് കുഴപ്പമില്ലല്ലോ? ഹാ, കുഴപ്പമില്ല. ഗോൾഡി ചേട്ടൻ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടാകുമോ ഇല്ലയോന്ന്. സത്യം ഗോൾഡി പരുന്തേ, സത്യത്തിൽ നീയാണ് രാജാവാകാൻ അർഹൻ. കൊക്ക് രാജാവ് എന്നെ കൈയൊഴിയുന്നു. ഇതു കേട്ടപ്പോൾ കൊക്ക് രാജാവിന് വളരെ വിഷമമായി. ബാക്കി പക്ഷികളെല്ലാം മിണ്ടാതിരുന്നു. അപ്പോൾ കൊക്ക് രാജാവിന് തോന്നി എല്ലാവരും ഇതുതന്നെയാണ് ചിന്തിക്കുന്നതെന്ന്. ശരി, നിങ്ങൾക്കും തോന്നുന്നുണ്ടല്ലേ ഞാൻ രാജാവാകാൻ അർഹനല്ലെന്ന്. ഞാൻ ഇപ്പോൾ ഈ സിംഹാസനം ഉപേക്ഷിക്കുകയാണ്. ഇതു പറഞ്ഞ് കൊക്കു രാജാവ് സിംഹാസനത്തിൽ നിന്നും ഇറങ്ങി. എല്ലാ പക്ഷികൾക്കും അത്ഭുതമായി. ഒടുവിൽ നീ സമ്മതിച്ച് തന്നല്ലോ കൊക്കെ. അപ്പോൾ ഗോൾഡി സിംഹാസനത്തിലിരുന്നപ്പോൾ എല്ലാ പക്ഷികളും അവന് വേണ്ടി ജയ് ജയ് വിളിച്ചു. ഗോൾഡി രാജാവിന് കീ ജയ്, ഗോൾഡി രാജാവിന് കീ ജയ്. ഗോൾഡിയുടെ ഭാര്യ ചീലും അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അടുത്ത ദിവസം ഗോൾഡി ഉറക്കമെഴുന്നേറ്റപ്പോൾ അവൻ അവിടെ തനിയെയായിരുന്നു. അയ്യോ, ചീൽ റാണി ഇതെവിടെ പോയി? ഗോൾഡി സിംഹാസനത്തിലിരുന്ന് ശബ്ദമുയർത്തി. എല്ലാ പക്ഷികളും അവിടെ കൂട്ടം കൂടി. കൊക്ക് നോക്കിയപ്പോൾ സിംഹാസനത്തിന്റെ അടുത്ത് ഒരു ലെറ്റർ കിടക്കുന്നു. ഇവിടെ ഒരു ലെറ്റർ കിടക്കുന്നു. ഞാനിത് വായിക്കാം ഗോൾഡി രാജാവേ. ഗോൾഡി പരുന്തേ, നീ കുറുക്കൻ്റെയോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ കുലത്തിനെ തന്നെ അപമാനിതരാക്കി. ഞാനിപ്പോൾ നിന്റെ ഭാര്യയെ കൊണ്ടുവന്നിരിക്കുന്നു. നോക്കട്ടെ നീ ഇപ്പോൾ ഇവളെ എങ്ങനെ രക്ഷിക്കുമെന്ന് എന്ന് ബ്ലാക്ക് വൈൽഡ് കാടിന്റെ രാജാവ് കുറുക്കൻ. ഇത് കേട്ടപ്പോൾ ഗോൾഡി വളരെയധികം ടെൻഷനായി. അറിയില്ലല്ലോ എന്റെ ഭാര്യ ചീൽ എവിടെ പോയെന്ന്, എങ്ങനെ പോയെന്ന്. ഞാൻ അവളെ എങ്ങനെ രക്ഷിക്കും? നിങ്ങൾ എന്താണ് ഈ പറയുന്നത് രാജാവേ? നിങ്ങൾ കാല് കുറുക്കനോട് പോരാടി എന്റെ ഭാര്യയെ രക്ഷിച്ചതാണ്. എന്നിട്ടും നിങ്ങൾ എന്താണ് പേടിക്കുന്നത്? ഇനി പറ്റില്ല, ഇനി പറ്റില്ല. ഇനിയും എനിക്ക് നാടകം കളിക്കാൻ പറ്റില്ല. ഇങ്ങനെ ശബ്ദമുയർത്തി സിംഹാസനത്തിൽ നിന്നും താഴെ ഇറങ്ങി. എല്ലാ പക്ഷികളും പരുന്തു കാണിക്കുന്നത് കണ്ട് പേടിച്ചുപോയി. നിങ്ങൾ എന്തിനാണ് രാജാവേ ഇങ്ങനെ അലറുന്നത്? എന്നെ രാജാവെന്ന് വിളിക്കണ്ട. ഞാൻ ഈ സിംഹാസനത്തിന് അർഹനല്ല. കാലുകുറുക്കൻ എന്റെ ചങ്ങാതിയാണ്. ഞാനാണ് അവനോട് പറഞ്ഞത് ഇങ്ങനെ നാടകം കളിക്കാൻ, എന്നെ രാജാവാക്കാൻ സഹായിക്കാൻ. എന്നെ രാജാവാക്കിയാൽ ഞാൻ ദിവസവും അവന് ആഹാരം സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കാലുകുറുക്കൻ എന്നെ രാജാവാക്കാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അതൊരു കള്ളക്കഥയായിരുന്നു. എന്നാൽ ഈ കാര്യം ഇപ്പോൾ രാജാവ് കുറുക്കൻ അറിഞ്ഞു. ഇപ്പോൾ എന്നെ ശിക്ഷിക്കാനായി എന്റെ ഭാര്യ ചീലിനെ അവർ കൊണ്ടുപോയി. ഇത് കേട്ടപ്പോൾ എല്ലാ പക്ഷികളും ദേഷ്യത്തോടെ അവനെ തുറച്ചു നോക്കാൻ തുടങ്ങി. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. നീ പോ, മഹാരാജാവ് കുറുക്കൻ്റെ അടുത്ത് പോയി അയാളെ ആക്രമിച്ച് നിന്റെ ഭാര്യയെ നീ രക്ഷിക്ക്. ആ, നീ ചെയ്തതിന് നിനക്ക് ഇങ്ങനെ തന്നെ കിട്ടണം. നീ ഈ കാട്ടിലെ എല്ലാ പക്ഷികളെയും വെട്ടിയാക്കിയിരിക്കുന്നു. പേടിക്കണ്ട ഗോൾഡി, ഞാനിപ്പോൾ ഈ കാടിന്റെ രാജാവല്ല. എന്നാൽ പോലും ഞാൻ എപ്പോഴും നിന്നെ സഹായിക്കാം. വാ എൻ്റെ കൂടെ. അങ്ങനെ കൊക്ക് ഗോൾഡിയോടൊപ്പം ബ്ലാക്ക് വേൾഡ് കാട്ടിലേക്ക് പോയി. ചീലിനെ കെട്ടിയിട്ടിരിക്കുന്നു. അവളുടെ അടുത്ത് രാജാവായ കുറുക്കനും ഉണ്ടായിരുന്നു. ഓഹോ, നീ വന്നല്ലോ ഗോൾഡി. രക്ഷിക്കേ നിന്റെ ഭാര്യയെ. നോക്കട്ടെ ഇത്തവണ നീ എങ്ങനെ രക്ഷിക്കുമെന്ന്. കുറുക്കൻ രാജാവേ, കാലുക്കുറുക്കന് താങ്കൾ രാജാവായതിൽ അസൂയയുണ്ട്. അതുകൊണ്ടാണ് താങ്കളുടെ കാടിന്റെ പേര് ഇല്ലാതാക്കാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ഗോൾഡിയെ ഒരു ഇരയാക്കി മാറ്റിയത്, കാടുകൾ തമ്മിൽ അടിയുണ്ടാക്കാൻ. എന്നാലല്ലേ താങ്കൾ ദേശത്തിൽ ദുഷ്പ്രവർത്തികൾ ചെയ്യുകയുള്ളൂ. ഞാൻ ആ കാലുകുറുക്കനെ ജീവനോടെ വിടില്ല. രാജാവ് കുറുക്കൻ കാലുകുറുക്കനെ വിളിക്കാനായി പോയി. കൊക്കു രാജാവ് തന്റെ ചുണ്ടുകൾ കൊണ്ട് ചീലിന്റെ കെട്ടുകൾ അഴിച്ചു. പിന്നെ അവളെയും കൊണ്ട് തന്റെ കാട്ടിലേക്ക് തിരിച്ചുപോയി. കൊക്ക് രാജാവേ, താങ്കൾ ഞങ്ങളോട് ക്ഷമിക്കണം. അതുപോലെ ഈ കാടും ഏറ്റെടുക്കണം. ഇതു കേട്ടപ്പോൾ കൊക്കും തന്റെ സിംഹാസനത്തിൽ കയറിയിരുന്നു. ഇപ്പോൾ ഗോൾഡി പരുന്തും അയാളെ അംഗീകരിക്കാനായി തുടങ്ങി.